ഡബിൾ ലീഫ് ഫീസ്റ്റ് ഒരുക്കുന്ന തീവെട്ടി തങ്കവും കുറ്റി തോമസും. ഡബിൾ ലീഫ് ഫീസ്റ്റ് അഥവാ സാത്താന്റെ വിരുന്നൊരുക്കുന്ന കോട്ടയംകാരൻ തങ്കപ്പനെ കുറിച്ചും അവന്റെ കയ്യാളും കുറ്റിച്ചൂലുമായി നടക്കുന്ന കുറ്റി തോമസിനെ കുറിച്ചും നിരവധി വാർത്തകൾ ITV ന്യൂസ് ഇതിനു മുമ്പ് നൽകിയിട്ടുണ്ട്. അതിനെ തുടർന്ന് ഇവന്റെ പൈശാചിക സഭയിൽ സാത്താന്റെ പന്തി പങ്കിടുവാൻ പോകുന്നത് പലരും നിർത്തി. ബൈബിൾ കോളേജിൽ പഠിക്കുവാൻ പോയ കാലത്ത് ക്യാൻറ്റീനിൽ നിന്നും കഞ്ഞി മേടിച്ചു കുടിച്ചിട്ട് കാശ് കൊടുക്കാൻ നിവൃത്തിയില്ലാതെ മുങ്ങിക്കളഞ്ഞ തോമസ് കുട്ടിയെ തിരിച്ചറിഞ്ഞ് അവിടുത്തെ ഒരു സ്റ്റാഫായിരുന്ന അമ്മാമ്മ ഞങ്ങളെ വിളിച്ചത് ITV ന്യൂസ് നേരത്തെ നൽകിയത് പ്രേക്ഷകർ മറന്നിരിക്കുവാനിടയില്ല. തങ്കപ്പന്റെ അസിസ്റ്റന്റ് തീവട്ടിയായി പ്രവർത്തിച്ച് ഇപ്പോൾ കോടീശ്വരനായിട്ടും പഴയ ആ തെണ്ടിത്തരം ഇപ്പോഴും പോയിട്ടില്ല എന്ന് വെളിപ്പെടുത്തുകയാണ് ഇവരുടെ പൈശാചിക സഭയിൽ മുൻപ് പോയിരുന്ന ഇപ്പോൾ അമേരിക്കയിൽ സ്ഥിരതാമസക്കാരനുമായ തോമസ്. ഞാൻ ന്യൂയോർക്കിൽ നിന്നാണ് വിളിക്കുന്നത്. എൻ്റെ പേര് തോമസ്. അപ്പം സുനിൽ സാറിൻ്റെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ഇങ്ങനെ കണ്ടപ്പോൾ ഒരു ചെറിയൊരു ഇൻസ്പിറേഷൻ. നമ്മളെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ അണ്ണാങ്കുഞ്ഞും തന്നാലായതെന്ന് പറയുന്ന പോലെ നിങ്ങളുടെ സെയിം മെൻറ്റാലിറ്റിയും സെയിം കാഴ്ചപ്പാടുമാണ് നമുക്കും ഉള്ളത്. ഞാനൊരു 3-4 തലമുറയായിട്ട് ഞങ്ങളൊരു പെന്തക്കോസ് ഫാമിലി നിന്ന് വന്നതാണ്. ഇതിനകത്തെ ഉടായ്പെല്ലാം കണ്ടു കഴിഞ്ഞ് മനം മടുത്ത് ഇതെല്ലാം വിട്ട് ഇപ്പോൾ ഒതുങ്ങി കൂടുകയാണ്. പക്ഷേങ്കിൽ ഇവന്മാർ എനിക്ക് ഒറ്റ ഇതേ ഉള്ളൂ, ഒറ്റ ഒരു റീസൺ കൊണ്ടാണ് ഞാനിതിന് പ്രതികരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർ ദൈവത്തെ മിസ്യൂസ് ചെയ്ത് ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് ഈ വൃത്തികെട്ടവന്മാർ കാശുണ്ടാക്കുന്നു, അവരുടെ സ്വന്തം കാര്യങ്ങൾ നടത്തുന്നു, പാവങ്ങളെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് 1-2 കാര്യങ്ങൾ ഞാൻ സ്റ്റേറ്റ് ചെയ്തിട്ട് വാക്കുകൾ ചുരുക്കാം. ഒന്ന്, ഞാൻ ഇവരുടെ ഈ തങ്കു ബ്രദറിൻ്റെ, അതായത് തങ്കുവിൻ്റെയും കുറ്റി തോമസിൻ്റെയും ഇവിടുത്തെ ചർച്ചിൽ പോയിക്കൊണ്ടിരുന്നതാണ്. അതിന് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. ഇപ്പോൾ അവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എന്നാലും അവിടുത്തെ ചില മെമ്പേഴ്സുമായിട്ട് നമുക്ക് ബന്ധമുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം അവിടുത്തെ ഒരു സർക്കുലർ വന്നത്, ഞാൻ ഇവരുടെ ആണ്ടർതി യോഗം കോട്ടയത്ത് നടക്കാൻ പോവുക. ആരുടെ? ഈ ഹെവൻലി ഫീസ്റ്റിൻ്റെ ഈ ആണ്ടർതി യോഗത്തിന് അവർ ഭയങ്കര വലിയ സംഭവമായിട്ടാണ് അത് ചെയ്യുന്നത്. പറഞ്ഞാൽ മനസ്സിലായോ? അപ്പോൾ അതിനവർ കോടികളാണ് അതിനകത്തൂടെ റേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. 3-4 ഓഫറിംഗ് ആണ് അതിനുവേണ്ടി അവർ സ്കെഡ്യൂൾ ചെയ്തേക്കുന്നത്. അതുകൂടാതെ എല്ലാ സഭക്കാരും ഇത്ര രൂപ വെച്ച് കൊടുക്കണമെന്നും പറഞ്ഞൊരു സർക്കുലർ വിട്ടിട്ടുണ്ട്. ഇമാർക്ക് പൈസ അടിച്ചു മാറ്റാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇവിടുത്തെ ചർച്ചുകളിൽ അവരെല്ലാം കൊടുത്തേക്കുന്ന നോട്ടീസ് എന്തുവാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓരോ മെമ്പറും, അല്ലെങ്കിൽ ഒരു വീട്ടിലിപ്പോൾ 4 പേരുണ്ടെങ്കിൽ 4 പേരും 8,500 രൂപ വെച്ച് ഈച്ച് പേഴ്സൺ കൊടുക്കണം. അതായത് $100 വെച്ച് കൊടുക്കണം ഒരാൾ. അപ്പോൾ നോർത്ത് നോക്കിക്കേ എത്ര രൂപ ഇവന്മാർ ഉണ്ടാക്കാൻ പോകുന്നത്. അതും കോട്ടയത്ത് വരാൻ പറ്റാത്തവർ പൈസ അയച്ചു കൊടുത്താൽ മതി, വരണമെന്നില്ല. അതാണ് നിബന്ധന. അതിനവർക്ക് പ്രത്യേക ഒരു ടീം തന്നെ ഫോം ചെയ്തിട്ടുണ്ട് ഇൻ്റർനാഷണൽ ചർച്ചുകളിൽ നിന്ന്, ഇവരുടെ മറ്റ് രാജ്യങ്ങളിലുള്ള ചർച്ചുകളിൽ നിന്നെല്ലാം ഫണ്ട് റേസ് ചെയ്യാനായിട്ട്. അതും ഭീഷണിപ്പെടുത്തിയൊക്കെയാണ് പൈസ വാങ്ങിക്കുന്നത്. നിങ്ങൾ പൈസ തന്നില്ലെങ്കിൽ ഞങ്ങൾ പബ്ലിക്കലി ഇത് ചെയ്യും, ഗ്രൂപ്പിലിട്ട് നാറ്റിക്കും, അങ്ങനെയൊക്കെയുള്ള ഭീഷണികളൊക്കെ ഇതിനകത്തുണ്ട്. അപ്പം ഇതിനെതിരായിട്ട് ഇതിന് റൈറ്റ് ആക്ഷൻ എടുക്കണം. അത് സുനിൽ സാറിനെ കൊണ്ടേ പറ്റുള്ളൂ. സുനിൽ സാർ ചെയ്യുന്നത്, യു ആർ ഡൂയിങ് ലൈക്ക് ഗ്രേറ്റ് ജോബ്. ഞങ്ങൾ ഇവിടുന്ന് സപ്പോർട്ടുണ്ട്. 1-2 കാര്യങ്ങൾ ഇവിടെ പറയാം വേഗം. ഒന്ന്, ഈ തങ്കു ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. വരുമ്പം ഇവൻ ഇവിടെ ഈ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഒരു ഉദാഹരണം പറയുക. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം $19,000 ഇവിടുന്ന് കളക്ട് ചെയ്ത് കൊടുത്തത് ഒറ്റ ചർച്ചിൽ നിന്ന്. അതുകൂടാതെ അവന് iPhone 16 Pro Max, അവൻ്റെ മോൻ ഓണക്കിന് iPhone Pro 16 Pro Max, അവൻ്റെ മോക്ക് ഇങ്ങനെ ഇവൻ്റെ. അതുപോലെ ഇവിടെ ഇവന് ലക്ഷറി ഹോട്ടൽ, അതായത് 5 സ്റ്റാർ ഹോട്ടലിലേ താമസിക്കത്തുള്ളൂ. അവന് ചോട്ടാമോട്ട വണ്ടിയിലൊന്നും കയറത്തില്ല. അവനെ താങ്ങി നടക്കുന്ന കുറേ മൊണ്ണ, നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ കുറേ മൊണ്ണ വിശ്വാസികളുണ്ട്. ഇവന്മാർക്കൊന്നും ഇതൊന്നും മനസ്സിലാകുന്നില്ല. ഒന്നുകിൽ ഇവർക്ക് ഇതിനകത്ത് ബെനിഫിറ്റ് ഉണ്ട്, അതുകൊണ്ടായിരിക്കും മനസ്സിലാക്കിയിട്ടും ഇവരൊന്നും പ്രതികരിക്കാതെ ഇവന്മാരെയും താങ്ങി പിടിച്ച് നടക്കുന്നത്. ഇവന്മാരുടെയൊക്കെ ഉച്ഛിഷ്ടവും അമേദ്യവും മോഹിച്ച് തിന്ന് നടക്കുന്ന കുറേ അവന്മാരുണ്ട്. അവന്മാർ ഈ പാവം പിടിച്ച വിശ്വാസികളെ ഭീഷണിപ്പെടുത്തി ഇവർ 2-3 ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കുന്ന ഈ നേഴ്സുമാരെ, അവരുടെ പൈസ എല്ലാം ഇവന്മാർ പിടിച്ചുകൊണ്ട് പോവുക. ഇവന്മാർ ഈ സ്വർഗവും നരകവും കാണിച്ച് പേടിപ്പിച്ച്, പിന്നെ മോഹന വാഗ്ദാനങ്ങൾ കൊടുത്ത് ഇവരെല്ലാം വശീകരിച്ച് ഹിപ്നോട്ടൈസ് ചെയ്ത് നിർത്തിയേക്കുവാണ്. അതുപോലെ വേറൊരു കാര്യം പറയാനുള്ളത്, ഈ തോമസ് കുട്ടിയുടെ മോൻ്റെ കല്യാണമാണ് 28-ാം തീയതി. അതൊരു വലിയ മഹാകല്യാണം. അതായത് റാന്നിയിലുള്ള ഒരു
റിച്ച് ഫാമിലിയിലുള്ള ഒരു പെണ്ണിനെയാണ് കെട്ടുന്നത്. ഇവന്മാർ എന്തിനാണ് ഞാൻ അത് പരാമർശിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവന്മാർ പറയുമ്പോഴും പ്രസംഗിക്കുമ്പോഴും പറയും നിങ്ങൾ സ്നേഹിച്ച് കെട്ടരുത്, അത് പെന്തക്കോസ്തുകാർക്ക് അല്ലെങ്കിൽ ഇവർക്ക് പറ്റിയതല്ല, മറ്റുള്ളവർ സ്നേഹിച്ച് കെട്ടാനോ എടുക്കാനൊന്നും പാടില്ല. ഇവൻ്റെ മോൻ, ഈ തോമസ് കുറ്റിയുടെ മോന് ഭയങ്കര ഒരു കുറ്റി തന്നെയാണ്. അവൻ്റെ കുറ്റിയുടെ മോന് കല്യാണം കഴിക്കുന്നത് ഒരു പെണ്ണിനെ സ്നേഹിച്ച് കല്യാണം കഴിക്കുന്നത്. അതിൻ്റെ കല്യാണം നടത്തുന്നത് തിരുവല്ലയിലുള്ള വലിയൊരു കേരളത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ കല്യാണം നടത്തുന്നത്. അതിന് ഇവനുണ്ടാക്കിയ കൊച്ചിനെ ചെറുക്കൻ കല്യാണം കഴിക്കുന്നതിന്, അതും ഒരു തലതെറി ചെറുക്കനാ, മറ്റേ തങ്കുവിൻ്റെ ഇളയ മോനെക്കാട്ടിലും കഷ്ടമാണ്. അവൻ കല്യാണം കഴിക്കുന്നതിന് സഭക്കാർ, അതായത് ഈ ചർച്ചിലെ മെമ്പേഴ്സ് എല്ലാം പൈസ കൊടുക്കണം. ഇപ്പം ഒരു ചർച്ചുകാർ ഏതാണ്ട് 18,000 രൂപ വെച്ച് കൊടുക്കണമെന്നാണ് അതിന് സർക്കുലർ ഇറക്കിയേക്കുന്നത്. അപ്പോൾ എന്തും ഇതിനകത്ത് നടക്കുന്നതെന്നുള്ളത് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പറഞ്ഞാൽ മനസ്സിലായില്ലേ? അപ്പോൾ ഇവൻ്റെ കേരളത്തിലെ മാർക്കറ്റ് കുറഞ്ഞു. ഇപ്പോൾ ആന്ധ്രയിലെ പാവങ്ങളെ പൊട്ടരാക്കാനായിട്ട് ഇങ്ങനെ പുതിയ സംവിധാനമായിട്ട് വരുന്നത്. അതുകൂടാതെ തന്നെ വേറൊരു കാര്യം കൂടെ പരാമർശിക്കാനുള്ളത്, എല്ലാ വർഷവും ഇവന്മാർ ഓരോ ഡയറി ഇറക്കും, ഹെവൻലി ഫീസ്റ്റിൻ്റെ. ഈ ഡയറിക്ക് 100 രൂപ അല്ലെങ്കിൽ 150 രൂപയുടെ ഒരു ഡയറി നാട്ടിൽ ഇവന്മാർ ഇത് കൊടുക്കുന്നത് 500 രൂപയ്ക്ക്. ഇവന്മാരെ ചർച്ചിലെ എല്ലാ മെമ്പേഴ്സും ഇത് വാങ്ങിക്കണമെന്ന് ഓർത്തോണം. കഞ്ഞി കുടിക്കാൻ നിവൃത്തിയില്ലാത്തവനും അരി വാങ്ങിക്കാൻ നിവൃത്തിയില്ലാത്തവനും ഇത് വാങ്ങിക്കണം. എന്നിട്ട് ഇത് അമേരിക്കയിൽ ഈ ഡയറി കൊടുക്കുന്നത് $30 തൊട്ട് $50 ഇവിടെ കൊടുക്കുന്നത്, ഓർത്തോണം. അതുകൂടാതെ ഇവന്മാർ എല്ലാ വർഷവും ഇവൻ്റെ ഭാര്യയുടെയും പിള്ളേരുടെയും ഫോട്ടോ വെച്ച് ബൈബിളിലെ ഓരോ പ്രോമിസ് വേർഡും വെച്ച് ഇവന്മാർ ഓരോ കലണ്ടർ ഇറക്കും. അതും പൈസ കൊടുത്ത് നമ്മൾ വാങ്ങിക്കണം. പിന്നെ ഇതുകൂടാതെ ഈ ലുധിയാനയിൽ നിന്നും തിരുപ്പൂരിൽ നിന്നും ഒക്കെ വില കുറഞ്ഞ ടീഷർട്ട് വാങ്ങിച്ച് അതിൽ ഹെവൻലി ഫീസ്റ്റ് എന്നടിച്ച് അതും പൈസയ്ക്ക് വിൽക്കുക. ഇതിൻ്റെ ഇടയ്ക്ക് ഇവൻ കേക്ക് കച്ചവടം നടത്തി. ഇവൻ്റെ ചർച്ചിലെ ആർക്കാണ്ട് കേക്ക് കട ഏതാണ്ടുള്ളതിനകത്ത് ചർച്ചിലെ മെമ്പേഴ്സ് എല്ലാം കേക്ക് വാങ്ങിക്കണമെന്നും പറഞ്ഞുകൊണ്ട് അതിൻ്റെ പരിപാടിയും ഉണ്ട്. ഇങ്ങനെ ഇതൊരു ബിസിനസ്സായിട്ട് കൊണ്ട് നടക്കുകയാണ് പുള്ളി. ഇവൻ്റെ ഇളയ മോൻ്റെ ബിസിനസ്സിനെ അത് വേറൊരു സംഭവമാണ്. അത് നമുക്ക് ബിലീവ് ചെയ്യാൻ പറ്റാത്ത വിധത്തിലുള്ള മോശമായ ബിസിനസ്സാണ് ചെയ്യുന്നത്. അപ്പം ഈ ചർച്ചിലെ കുറേ ആൾക്കാർ, ഇപ്പം എനിക്കാരും പേടിയില്ലാത്തതുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ പറയും. അതുകൊണ്ട് ചർച്ചിലെ കുറേ ആൾക്കാരെല്ലാം ഇതിനെതിരായിട്ട് പ്രതികരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് അവരെന്നോട് ഇങ്ങനെ പറഞ്ഞു, നമുക്കിതിനെക്കുറിച്ചൊന്ന് പറയണം, സുനിൽ സാറിനോട് പറഞ്ഞൊന്ന് ഇത് ചെയ്യണം, റിപ്പോർട്ട് ചെയ്യണം. ഇപ്പോൾ അറ്റ്ലീസ്റ്റ് ഈ മൊണ്ണ വിശ്വാസികൾ ഇതൊന്ന് മനസ്സിലാക്കണം എന്തുവാ നടക്കുന്നതെന്നുള്ളത്. ബേസിക് അറ്റ്ലീസ്റ്റ് അതെങ്കിലും നടത്തണമെന്നുള്ളൊരു ഇതിലാണ് എന്നോട് ഇത് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ മെസ്സേജ് ഇടുന്നത്. പിന്നെ ഇവരെ എനിക്ക് വ്യക്തമായിട്ട് അറിയാം. തോമസ് കുട്ടി എനിക്ക് എൻ്റെ കൊച്ചിലെ തൊട്ട് അറിയാവുന്നതാണ്. തോമസ് കുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും ഈ കുറ്റി തോമസ് എങ്ങനെയാണ് ഈ നിലയിൽ എത്തിയെന്നുള്ളതും എല്ലാം നമുക്ക് നല്ലതായിട്ട് അറിയാവുന്നതാണ്. അവനൊരു ഹീറോ ഹോണ്ടയുടെ CD100 ഓടിച്ചുകൊണ്ട് നടന്ന കാലം തൊട്ട്, ചർച്ചക്കോടിലെ പാസ്റ്റർ ആയിരിക്കുമ്പം തൊട്ട് എനിക്കറിയാം. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ എനിക്ക് മനസ്സിന് ഭയങ്കര വിഷമമാണ്. അതുകൊണ്ട്, കാരണം നമ്മുടെ കർത്താവിനെ വിറ്റുമാർ കാശുണ്ടാക്കുന്നു. കർത്താവിൻ്റെ ഒരു അണ്ടർവെയർ പോലും ഇല്ല ഇടാൻ. ഈ പ്രാവശ്യം പുള്ളി ഇവന്മാർ പറയും കർത്താവ് ഇപ്പം വരും, ഇന്ന് വരും, നാളെ വരുന്നു. പുള്ളി ഒരിക്കലും വരത്തില്ല. കാരണം ഇവന്മാരുടെ കടയിലോട്ട് വന്നിട്ട് എന്തോ എടുക്കാനാണ്? പണ്ട് യഹൂദന്മാർ പുള്ളിയെ ഒന്ന് ക്രൂശിച്ച് പുള്ളിയൊക്കെ പണി കിട്ടി പുള്ളി പോയതാണ്. പുള്ളി അതുകൊണ്ടാണ് ഇപ്പം വരാമെന്നും പറഞ്ഞ് പോയിട്ട് ഇപ്പം 2024 വർഷമായിട്ടും വരാത്ത. അല്ല, ഇത്രയും സമയം എടുക്കുമോ ഭവനം ഒരുക്കാൻ പോയവന്? നമ്മുടെ കുട്ടപ്പൻ മേശ്ശേരിക്ക് പണി കൊടുത്തായിരുന്നേ പുള്ളി അത് മാത്രം ഭവനം ഉണ്ടാക്കിയേനെ. അപ്പം വിഷമം കൊണ്ട് പറയുവാണ്. അപ്പം സുനിൽ സാർ ഇത് പബ്ലിഷ് ചെയ്ത് എത്തിക്കാവുന്നിടത്തല്ല എത്തിക്കണം. ഇതിനെ ലീഗലി ആക്ഷൻ എടുക്കാം. ഈ പൈസ ഇതെല്ലാം ബ്ലാക്ക് മണിയാണ് സുനിൽ ബ്രദറെ. വാട്ട് ഈസ് ബ്ലാക്ക് മണി? എനി മണി ദാറ്റ് ഈസ് നോട്ട് അക്കൗണ്ടഡ്, ദാറ്റ് ഈസ് നോട്ട് ടാക്സ് കൊടുക്കാത്ത എല്ലാ പൈസയും ബ്ലാക്ക് മണി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇത് ഗവൺമെൻറ്റിൻ്റെ ഇതൊന്ന് കൊണ്ടുവരണം. പറഞ്ഞാൽ മനസ്സിലായി. അതിൻ്റെ റൈറ്റ് അതോറിറ്റിയിൽ ED-ലാന്ന് പറഞ്ഞാലും IRS-ലാന്ന് പറഞ്ഞാലും വേണ്ടവർ ഇത് കൊണ്ടുവന്ന് ഇത് റിപ്പോർട്ട് ചെയ്ത് ഇതെല്ലാം ഇവന്മാരെ എല്ലാം നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം. അതിനുള്ള എന്തെങ്കിലും ക്രമീകരണം ചെയ്യണം. ഇവന്മാർക്ക് ഓഡിറ്റിംഗ് ഇല്ല, അക്കൗണ്ടബിലിറ്റി ഇല്ല, ഇൻവോയ്സ് ഇല്ല, ബില്ലില്ല, എത്ര പൈസ വന്നു, എത്ര പൈസ പോയി എന്നതിന് യാതൊരു കണക്കുമില്ല, എന്തോത്തിന് ഉപയോഗിച്ചു എന്ന് കണക്കില്ല. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പം നിങ്ങളൊരു ഗ്രേറ്റ് ജോബാണ് ചെയ്യുന്നത്. കണ്ടിന്യൂ, കീപ് ഇറ്റ് അപ്പ്, കണ്ടിന്യൂ ടു ഡു ദ ഗുഡ് വർക്ക്. നാട്ടിലുള്ള നിങ്ങൾ പറയുന്ന പോലുള്ള മൊണ്ണ വിശ്വാസികൾ ഈ ഡെവിൾലി ഫീസ്റ്റ് എന്ന് പറയുന്ന സംഘടനയുടെ, ചർച്ചെന്ന് പറയാൻ പറ്റത്തില്ല, ഒരു സംഘടന അല്ലെങ്കിൽ ഒരു കമ്പനി, അതിന് ഓർഗനൈസേഷൻ, അതിൻ്റെ രണ്ടാം ഭാഗം ഇതാണ്. നാട്ടിലുള്ള മൊണ്ണ വിശ്വാസികൾ അറിയാൻ വേണ്ടി പറയുകയാണ്. ഇവന്മാർ ഇവിടെ ഈ പറയത്തക്ക വലിയ ചർച്ചകളും കാര്യങ്ങളും ഒന്നുമില്ല ഇവർക്ക് ആകെക്കൂടെ ഇവിടെ ന്യൂയോർക്കിലൊരു ചർച്ച ഉണ്ട്. എനിക്ക് തോന്നുന്നൊരു 10-40 പേര് അവിടെ കൂടും. അതുകൂടാതെ ഇവന്മാർക്ക് ഫിലഡൽഫിയയിലും ടെക്സസിലും അതുപോലെ ന്യൂജേഴ്സിയിലെ ജേഴ്സി സിറ്റി എന്ന് പറയുന്നിടത്ത് അവിടെ 4-5 പേർ ഈ ചർച്ചകളിലൊക്കെ ഉള്ളൂ. ഇവന്മാർ എന്നിട്ട് ഇവിടെ വന്നിട്ട് ഈ ന്യൂയോർക്കിലുള്ള സഭയിൽ നിന്നും അവരുടെ വിശ്വാസികളുടെ ചെലവിൽ അവരെ ഭീഷണിപ്പെടുത്തി ഭയപ്പെടുത്തി അവരുടെ ചെലവിൽ മിഷൻ ട്രിപ്പ് എന്നും പറഞ്ഞിങ്ങനെ ഒരു പരിപാടി വെക്കും. എന്നിട്ട് ഇവരെല്ലാം കൂടി ഇവിടെ നിന്ന് കെട്ടിപ്പറക്കി ഈ
ചെറിയ ചർച്ചുകളിൽ പോയി അവിടെ ഒരു ഹംഗാമ ക്രിയേറ്റ് ചെയ്ത് എന്താ പറയുന്നത് DJ പാർട്ടി പോലെ കുറേ ലൈറ്റും സൗണ്ടും മ്യൂസിക്കും മറ്റു പരിപാടികളും എല്ലാമായിട്ട് കലാപരിപാടികൾ നടത്തും. ഈ മിഷൻ ട്രിപ്പ് എന്ന് പറയുന്ന പരിപാടിക്ക് ഈ ചർച്ചിലുള്ളവർ വേണം മൊത്തം ഫണ്ടും മൊത്തം ചിലവും ഫണ്ടിങ്ങും എല്ലാം ചെയ്യാനായിട്ട്. ഈ പാവങ്ങൾ ഇതെല്ലാം ഭീഷണിപ്പെടുത്തി ചെയ്യുന്നതുകൊണ്ട് അവരതെല്ലാം ചെയ്യും. അവർക്കെല്ലാം ഇപ്പം ഇവിടെ ഉള്ളവർക്ക് ഇപ്പോൾ ഒരു കണ്ണ് തുറന്നിട്ടുണ്ട്. ഇവർക്ക് ഇൻറ്റേർണൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ അഡ്മിൻ തങ്കുവാണ്. വേറെ ആരുമായിട്ടും അവിടുത്തെ ഇൻഫർമേഷൻസ് ഒന്നും ഷെയർ ചെയ്യാൻ പാടില്ല. ഇറ്റ്സ് ഹൈലി കോൺഫിഡൻഷ്യലാണ്. അങ്ങനെയുള്ള ഒരു ഇൻസ്ട്രക്ഷൻസാണ് കൊടുത്തിരിക്കുന്നത് ഇവർ ഇൻറ്റേർണൽ കാര്യങ്ങൾക്കായിട്ട്. അഥവാ ഇനിയും ഇവർ ചോദിക്കുന്ന ഫണ്ട് കൊടുത്തില്ലെങ്കിൽ അവർ ആ ഗ്രൂപ്പിൽ അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്നാൾ തന്നില്ല, ഇന്നാൾ തന്നു, എന്തോ തരാത്തെ, അതായതാണെന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഹ്യൂമിലിയേറ്റ് ചെയ്യുക. ഇപ്പോൾ ഈ ചർച്ചിലെ ഈ വിശ്വാസികൾ തന്നെ ഇപ്പം വേറെ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രൂപ്പുകളായി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ അറിഞ്ഞൊരു ഇൻഫർമേഷൻ അങ്ങോട്ട് ഷെയർ ചെയ്യുകയാണ്. ഇവിടുത്തെ കാര്യം ഇവർ കാണിക്കുന്നത് മഹാകോമാളിത്തരമാണ്. ഇവിടെയും ഈ പറയത്തക്ക പോലെ ഒരു അഡീഷണൽ ഫണ്ടിങ് സോഴ്സായിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ചർച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തങ്കുവിൻ്റെ ഓൺ സിസ്റ്റർ ടെക്സസിലുണ്ട്. ഈ ഓൺ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡ് കൊറോണ വന്ന് തട്ടിപ്പോയപ്പം തങ്കു ഇവിടെ ഉണ്ട്. തങ്കു അയാളുടെ ഫ്യൂണറലിനോ വെയ്ക്കിനോ സംസ്കാരത്തിനോ ഒന്നും പോയില്ല, പേടിച്ച്. ഇത്രയും ദൈവത്തോടടുത്ത് നിൽക്കുന്ന ആൾ ഒരു കൊറോണ വന്നപ്പോൾ അവന് പേടിയാണ്. സ്വന്തം സിസ്റ്ററിൻ്റെ ഹസ്ബൻഡിൻ്റെ, അതായത് സ്വന്തം ബ്രദറിൻലോയുടെ ഫ്യൂണറലിന് പോലും പോയില്ല. പറഞ്ഞാൽ മനസ്സിലായി. ഭയങ്കര രോഗശാന്തി സംസാരിക്കുന്ന ആളാണ് പുള്ളി, ശുശ്രൂഷ നടത്തുന്ന ആളാണ്. പറഞ്ഞാൽ മനസ്സിലായി. കാണാത്ത മുഴകളും കാണാത്ത മലകളും എല്ലാം മാറ്റിക്കൊടുക്കുന്നവനാണ്. അതുപോലെ ഈയിടയിൽ തങ്കു ഹോസ്പിറ്റലിലായിരുന്നു. ആരും അറിയാതെ പുള്ളിക്ക് എന്തോ മേജർ ഇഷ്യൂ വന്നപ്പം പുള്ളി ഹി വാസ് അഡ്മിറ്റഡ് ഇൻ എ ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആയിരുന്നു. പുള്ളി അഡ്മിറ്റായി ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്ത് പുള്ളി ഇതായി പുറത്ത് വന്നതാണിപ്പം. അങ്ങനെ ഒരു സംഭവം കൂടെ ഉണ്ട്. ഇവർ ഈ മിഷൻ ട്രിപ്പ് എന്ന് പറഞ്ഞ് കാനഡയ്ക്ക് പോകുന്നത് ഒരു വെക്കേഷനാണ്. ഈ ന്യൂയോർക്കിലുള്ള ചർച്ചുകാർ വേണം അതിൻ്റെ മുഴുവനും ചിലവ് വഹിക്കാൻ. ഇവർക്ക് ഉളുപ്പില്ല, ഒരു നാണമില്ല മറ്റുള്ളവരെ എക്സ്പ്ലോയിറ്റ് ചെയ്ത് ഇങ്ങനെ ജീവിക്കാനെന്ന് ഞാൻ ഓർക്കുന്നത്. ആ വിഷയം കൂടെ ഞാനൊന്ന് പറയാനും. അതുപോലെ തങ്കുവിന് പക്ക ബിസിനസ്സാണ് സുനിൽ സാറേ ഇത്. കാരണം നാട്ടിൽ ഇവന് പെട്രോൾ പമ്പുണ്ട്, 2-3 പെട്രോൾ പമ്പുണ്ട്. ഒരെണ്ണം റാന്നിയിലാണ്. റാന്നിയിൽ ഒരു പട്ടികജാതക്കാരന് ഗവൺമെൻറ് അലോട്ട് ചെയ്തിരുന്ന ഒരു പെട്രോൾ പമ്പ് അത് നടക്കാതെ വന്നു. അയാളെ കൊണ്ട് അതിൻ്റെ എന്താ പറയുക ഇൻവെൻറ്റോറീസ് ഒന്നും ഇത് ചെയ്യാൻ പറ്റാതെ വന്നപ്പം ഇവനത് പോയി വാങ്ങിച്ച് നെഗോഷിയേറ്റ് ചെയ്ത് ഇവൻ്റെ പെട്രോൾ പമ്പാണ്. ഇപ്പോൾ അത് നല്ല നിലയിൽ ഓടുന്നുണ്ട്, നല്ല വരുമാനം അതിനകത്തുനിന്ന്. അങ്ങനെ കോട്ടയത്ത് കൊണ്ട് ഇവന് ഗ്യാസ് സ്റ്റേഷൻ പെട്രോൾ പമ്പ്. അങ്ങനെ ദുബായിൽ ഇവൻ്റെ ഇളയ മോന് ഭയങ്കര ബിസിനസ്സാണെന്നാണ് അറിയപ്പെടാൻ കഴിഞ്ഞത്. അതും ലീഗലായിട്ടുള്ള ബിസിനസ്സൊന്നുമല്ല, ഇല്ലീഗലായിട്ടുള്ള പറയാൻ പറ്റാത്ത ബിസിനസ്സുകളൊക്കെയാണ് അതിനകത്തെല്ലാം വരും. അതിനകത്തെല്ലാം തേർഡ് റേറ്റ് ബിസിനസ്സും ഉണ്ട് അതിനകത്ത്. മൊത്തത്തിൽ ഇതിനൊരു ബിസിനസ്സാണ് ഇത് മുഴുവനും. പിന്നെ ഇവിടുത്തെ ഇവൻ്റെ ചർച്ചിലെ ഇവൻ അപ്പോയിൻ്റ് ചെയ്തേക്കുന്ന പാസ്റ്റർ എന്ന് പറയുന്നത് ഒരു ടാക്സി ഡ്രൈവറാണ്. അവൻ്റെ പേര് ബിനോയ് എന്നാണ്. അപ്പോൾ ചർച്ചിലെ വിശ്വാസികൾ കുറേ പേര് അവിടുന്ന് വിട്ടുപോകാനായിട്ടുള്ള ഒരു ആലോചനയിലാണ്. അവിടുന്ന് വിട്ടുപോയി അവർക്ക് വേറെ സഭയിൽ പോകാനുള്ള പരിപാടി. അവർക്കെല്ലാം മനസ്സിലായത് ഉടായിപ്പാണെന്നും പണ്ട് പൈസ കൊടുത്തുകൊണ്ടിരുന്നവരൊന്നും ഇപ്പം കൊടുക്കുന്നില്ല. അതുപോലെ അവരിപ്പം വേറെ ഒരു ചർച്ചുമായിട്ട് സംസാരത്തിലൊക്കെ ആണെന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത്. അവരുടെ തന്നെ ഈ ന്യൂ ഇയറിൽ തന്നെ ഇത് പൊളിയും ഇവിടുത്തെ സംഭവം. അപ്പോൾ നാട്ടിൽ ഈ 31-ാം തീയതി നടക്കുന്ന സംഭവം, അതായത് ആണ്ട്രതിയോ എന്നും പറഞ്ഞ് നടക്കാൻ വെച്ചേക്കുന്ന സംഭവത്തിന് എല്ലാവരും പൈസ കൊടുക്കണം. ആക്ച്വലി ഈ ചർച്ച് ഗവേണിംഗ് ബോഡിയുടെ സംഭവം എന്ന് പറയുന്നത് ഇപ്പം ഈ IPC, ചർച്ച് ഓഫ് ഗോഡ്, അസംബ്ലീസ് ഓഫ് ഗോഡ്, ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്മിറ്റിയുണ്ട്, ഒരു ബോർഡുണ്ട്, ഒരു അഡ്മിനിസ്ട്രേഷനുണ്ട്, ഒരു റിപ്പോർട്ടിംഗ് ഏജൻസി ഉണ്ട്, അല്ലെങ്കിൽ വാട്ടവർ അതുകൊണ്ട് അവിടെ ഉടായ്പകളാണ് മൊത്തം നടക്കുന്നത്. പക്ഷേ ഇവന്മാർക്ക് അങ്ങനൊന്നുമില്ല. ഇറ്റ്സ് എ വൺ മാൻ ഷോ. ഈ തങ്കുവും തോമസ് കുട്ടിയും കൂടെ ഉടനെ തന്നെ അടിച്ച് പിരിയും. പറഞ്ഞാൽ മനസ്സിലല്ലേ? തങ്കുവിൻ്റെ വാലാണ് തോമസ് കുട്ടി. ഈ തങ്കു അപ്പി ഇടുന്നത് പിടിക്കാനിരിക്കുന്നവനാണ് തോമസ് കുട്ടി. അമ്മമാർ രണ്ടും അപ്പി ഇടുന്നത് പിടിക്കാനിരിക്കുന്നതാണ് ഈ മണ്ണ വിശ്വാസികൾ. ഇവർക്ക് തലയ്ക്കകത്തൊന്നും ഇല്ലയോ എന്ന് ഞാൻ ഓർക്കും. ഇതൊന്നും മനസ്സിലാക്കാനുള്ള കഴിവില്ലയോ എന്ന് ഞാൻ ഓർക്കും. എന്തിന് ഇവന്മാരുടെ ആവശ്യം ദൈവത്തെ വിളിക്കുന്നതിന്? എന്തിനല്ലെങ്കിൽ ഒരു പാസ്റ്ററുടെയും അച്ഛൻ്റെയും ഉപദേശിമാരുടെയൊക്കെ ആവശ്യം ദൈവത്തെ വിളിക്കുന്നതിന്? നിന്റെ ദൈവത്തെ, നിന്റെ അപ്പനെ നിനക്ക് നേരിട്ട് വിളിച്ച് നിന്റെ കാര്യങ്ങൾ പറഞ്ഞുകൂടെ? നിൻ്റെ അപ്പനുമായിട്ട് എൻ്റെ അപ്പനുമായിട്ട് എനിക്കൊരു കാര്യം സാധിക്കണമെങ്കിൽ എൻ്റെ അയലോക്കക്കാരൻ്റെ ആവശ്യമുണ്ട്. എൻ്റെ അയലോക്കക്കാരനോട് ഞാൻ പറഞ്ഞിട്ട് എൻ്റെ അപ്പനോടൊന്ന് പറയണേ, എനിക്കൊന്ന് കാര്യം നടത്തി തരാമെന്ന് പറയേണ്ട യാതൊരു ആവശ്യമില്ല. എൻ്റെ ഒരപ്പനോട് അപ്പൻ്റെ മോൻ ചെന്ന് നേരിട്ട് പറയുന്നതും വേറൊരുത്തനെ കൊണ്ട് പറയിപ്പിക്കുന്നതും ഇവരെല്ലാം പ്രസംഗിക്കുന്നത് നമുക്ക് മധ്യസ്ഥരില്ല, നമ്മുടെ മധ്യസ്ഥൻ ക്രിസ്തുവാണ്. പിന്നെന്തിന് നമ്മൾ ഇവരോടൊക്കെ പറയുന്ന പ്രാർത്ഥിക്കണമെന്ന്? എന്തിന് നമുക്കൊരു തേർഡ് പാർട്ടി ഇൻ്റർവെൻഷൻ്റെ ആവശ്യം അവിടെ?
നമുക്ക് വേണ്ടി മീഡിയേറ്റ് ചെയ്യാനും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും വേറൊരാളുടെ ആവശ്യമേ ഇല്ല. ദൈവമായിട്ടൊരു ബന്ധം വെക്കുന്നതിന് വേറൊരാളുടെ ഒരു ആവശ്യമില്ല. എന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. വെറുതെ ഇവന്മാരുടെ ഈ എന്താ പറയുന്നത് പ്രലോഭനത്തിലും വശീകരണത്തിലും ഹിപ്നോട്ടിസത്തിലും ഒക്കെ പെട്ട് ആൾക്കാർ കടന്നുഴലുകയാണ്. എന്തുവാണെന്നറിയാം, അവർക്ക് അവരുടെ ജീവിതത്തിൽ ഒത്തിരി പ്രാരാബ്ദങ്ങളും പ്രശ്നങ്ങളും ഉണ്ട്. ഒരു പരിഹാരം ഉണ്ടാകട്ടെ, വിഷയത്തിനൊരു പരിഹാരം ഉണ്ടാകട്ടെ എന്നും വിചാരിച്ച് ആൾക്കാർ പോകുന്നതാണ്. ഒരു മീറ്റിംഗ് ഞാൻ ഒരു പ്രാവശ്യം എറണാകുളത്ത് ഇവരൊരു വെയർ ഹൗസ് എടുത്തൊരു ചർച്ച നടത്തുന്നുണ്ട് എറണാകുളത്ത്. ആ ചർച്ച ഞാൻ പോയി. എനിക്ക് തോന്നുന്ന ഒരു 1000 പേരെങ്കിലും ഉണ്ട് ആ ചർച്ചിൽ. ഈ തോമസ് കുട്ടിയായിരുന്നു അന്ന് അവിടെ ലീഡ് ചെയ്തത്. തോമസ് കുട്ടി അന്ന് അവിടെ 3 ഓഫറിങ് എടുത്തു. അതിനകത്ത് ഓരോ ഓഫറിങ് പൈസ ഇല്ലാതെ വന്നപ്പോൾ ഓരോ ഓഫറിങ് എന്ന് പറയുന്നത് ഗോൾഡ് ഓഫറിങ് ആയിരുന്നു. ഈ പെണ്ണുങ്ങളെല്ലാം ഇട്ടേക്കുന്ന അരിഞ്ഞാണം വരെയാണ് ഊരിയിട്ട് കൊടുക്കുന്നത്. ഇത് ഞാൻ എൻ്റെ കണ്ണിന് കണ്ടതാണ്. അന്ന് ഞാനും വിചാരിച്ചു, അയ്യോ ഇത് ഭയങ്കര റിയലാണ്, ഇതാണ്. അപ്പോൾ അതിനകത്തുനിന്ന് ഒരു പാവം പിടിച്ച ഒരു അമ്മച്ചി, ഒരു സ്ത്രീയെ മുന്നോട്ട് വന്നിട്ട് അവരുടെ കുഞ്ഞിന് സുഖമില്ല എന്ന് പറഞ്ഞ് സ്റ്റേജിൻ്റെ അവിടെ വന്ന് ഇങ്ങനെ തോമസ് കുട്ടിയോട് പറയുന്നു. അപ്പോൾ തോമസ് കുട്ടിക്ക് ആ സംസാരത്തിൽ നിന്ന് മനസ്സിലായി ഇവരുടെ കയ്യിൽ പൈസ ഒന്നുമില്ല, അടുത്തവർ പൈസ ചോദിക്കാൻ പോവാണെന്ന്, സഹായം ചോദിക്കാൻ പോവാണ്. തോമസ് കുട്ടി ഉടനെ അവരെ അവോയ്ഡ് ചെയ്ത് വിട്ടു. അവർ വീണ്ടും തോമസ് കുട്ടി അടുത്ത് ചെല്ലാതിരിക്കുക. തോമസ് കുട്ടി സ്റ്റേജിൻ്റെ പുറകിൽ പോയി ചെയറിട്ട് വേറെ അവിടെ പോയിരുന്നു. അത് കഴിഞ്ഞിട്ട് ചർച്ച കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തോമസ് കുട്ടി സ്ഥലവും വിട്ടു. ഇതിൻ്റെ മൊത്തം ഇൻഫർമേഷൻ എല്ലായിടത്തും ഇപ്പോൾ ഇവരുടെ ചർച്ചയിൽ നിന്ന് തന്നെ കിട്ടിയേക്കുന്ന ഇൻഫർമേഷൻസ് ഇതെല്ലാം ഞാനീ പറയുന്നത്. ഇത് നിങ്ങൾ പബ്ലിഷ് ചെയ്യണം, ഇത് നിങ്ങൾ ചെയ്യണം. ഇവന്മാരെ യു ഹാവ് ടു ബ്രിങ് ദം ഡൗൺ ടു ദ എന്താ പറയുന്നത് ഗ്രൗണ്ട് ലെവലിൽ കൊണ്ടുവരണം. ഈ കഴിഞ്ഞ 10-15 വർഷം കൊണ്ട് ഇവൻ ഉണ്ടാക്കി കൂട്ടിയേക്കുന്നത് കോടികളാണ്. ഇവൻ്റെ ആസ്തി എന്ന് പറയുന്നത് കോടികളാണ്. ഈ പാവങ്ങളുടെ വിശ്വാസികൾ അറിയുന്നില്ല. പലതുള്ളി പെരുവെള്ളം എന്ന് പറയുന്നത് പോലെ പലപ്പോഴായിട്ട് അവരോട് പിഴിഞ്ഞ് 1 രൂപയും 2 രൂപയും 1000 രൂപയും 10,000 ലക്ഷങ്ങളും വെച്ച് പിടിച്ച് എടുക്കുന്നതാണ്. പിരിവില്ലാത്ത അല്ലെങ്കിൽ സ്തോത്രകാഴ്ചയും ദശാംശവും ഇല്ലാത്ത ഒരു പരിപാടിയില്ലല്ലോ ഇവന്മാർക്ക്. ഈ ദൈവത്തെ വിളിക്കണമെങ്കിൽ പൈസ അങ്ങോട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ദൈവം കേൾക്കത്തില്ല. അങ്ങനൊരു ദൈവത്തിന് നമുക്ക് തരാനുള്ളത് എടുത്തിട്ട് തന്നാൽ പോരെ. അങ്ങനെയാണെ പിന്നെ നമ്മൾ ആദ്യം ഇങ്ങോട്ട് വാങ്ങിച്ചിട്ട് പിന്നെ 10% അങ്ങോട്ട് കൊടുത്ത് എന്തൊരു ഭയങ്കര സംഭവങ്ങളാണ് ഇതൊക്കെ. ഏതായാലും പിന്നെ ഇതിന് പറ്റിയ വചനങ്ങൾ ഇവന്മാർ ഇമോഷണലി ബ്ലാക്ക് മെയിൽ ചെയ്യാനായിട്ട് പറ്റിയ വചനങ്ങൾ ഇവന്മാർ തപ്പിയെടുക്കും. അല്ലെങ്കിൽ ഇവന്മാർക്ക് പഴയ നിയമത്തിൽ വിശ്വാസമില്ല. പഴയ നിയമം പഴയതായി പോയി, അത് ക്രിസ്തു വന്നതോടെ തീർന്നു പോയി. ദശാംശത്തിൻ്റെ കാര്യം വരുമ്പോൾ മാത്രം പഴയ നിയമം പൊക്കിക്കൊണ്ടുവരും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.